തണ്ണീർമുക്കം ബണ്ട് തുറന്നതോടെ കുമരകം തിരുവാർപ്പ ഐമനം പഞ്ചായത്ത് പരിധിയിലെ വിവിധ പ്രദേശങ്ങളിൽ ശുദ്ധജലക്ഷാമം രൂക്ഷമായി. പ്രദേശത്തെ ജലസ്രോതസ്സുകളിൽ ഉപ്പുവെള്ളം കലർന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. കുടിവെള്ള പദ്ധതികളിൽ നിന്നുള്ള ജലവിതരണവും മുടങ്ങിയതോടെ വില കൊടുത്ത് വെള്ളം വാങ്ങുകയാണ് ഇവിടത്തെ കുടുംബങ്ങൾ. ഒരാഴ്ച മുമ്പ് വരെ പോള തെങ്ങി ജലം കാണാനാകാത്ത സ്ഥിതിയിലായിരുന്നു കൊടൂരാറും അതിൻ്റെ കൈവഴികളുമെല്ലാം. തണ്ണീർമുക്കം ബണ്ട് തുറന്നതോടെ പോള നീങ്ങുകയും ജലനിരപ്പ് ഉയരുകയും ചെയ്തു. എന്നാൽ ഇതോടെ ശുദ്ധജലം കിട്ടാക്കനിയായി. കുമരകം തിരുവാർപ്പ് ഐമനം പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിലാണ് ജലസ്രോതസ്സുകളിൽ ഓരുവെള്ള സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത്. കുടിവെള്ള പദ്ധതികളും നിർജ്ജീവമായതോടെ തിരുവാർപ്പ് പഞ്ചായത്തിലെ കാഞ്ഞിരം മേഖലയിൽ ആളുകൾ വില കൊടുത്ത് വെള്ളം വാങ്ങുകയാണ്. നിറയ്ക്കുക അങ്ങനെ ഇപ്പോൾ കുറച്ച് ദിവസം ഒരു മാസത്തോളമായിട്ട് ഒട്ടും വെള്ളമില്ല. ഒരു 4-5 ദിവസം കൂടുമ്പോൾ ശകലമായി. ഏറ്റവും ലാസ്റ്റ് ഇവിടെ അല്ലേ, അതുകൊണ്ട് അങ്ങോട്ടൊക്കെ ഉള്ളവർക്കൊക്കെ വെള്ളം കിട്ടുന്നുണ്ടെന്ന് പറയുന്നു. ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഞങ്ങൾ മെമ്പറോട് വിളിച്ച് പറയുമ്പോൾ അവരങ്ങോട്ട് വിളിച്ച് പറയും. എങ്ങനെയാണ് ആരെ വിളിച്ചെന്ന് പറഞ്ഞാലും വെള്ളമില്ല. ഒന്നത്തരോടെ വന്നുകൊണ്ടിരുന്ന നേരത്തെ. ഇപ്പോൾ അങ്ങനെയും വരുന്നില്ല. 5-6 ദിവസം കൂടുമ്പോൾ വന്നാലും ഞങ്ങൾക്ക് കിട്ടാൻ പാടാ. ഒരു 12 ആകുമ്പം വരും. ഒരു 12-12:45 1 മണിയാകുമ്പോൾ കറക്റ്റ് നിൽക്കും. അന്നേരം എല്ലാവർക്കും ഞങ്ങളിവിടെ 4 വീട്ടുകാരുണ്ട്. അവർക്ക് ഒരു 2 കുളം വെള്ളം കിട്ടുകയില്ല. അന്നേരം നിന്ന് പോകും. അല്ലെങ്കിൽ ടാങ്കിൽ ഇവിടെ അടിക്കുവാണെങ്കിൽ ഒരു ടാങ്ക് വെള്ളത്തിന് 300 രൂപ. ടാങ്കറിൽ വെള്ളം എത്തിച്ചാലും വഴിയില്ലാത്തത് മൂലം തലച്ചുമടായും വള്ളത്തിലുമൊക്കെയാണ് വെള്ളം വീടുകളിലേക്ക് എത്തിക്കുന്നത്. ഞങ്ങൾ ഈ കഴിഞ്ഞ 5-6 മാസമായിട്ട് വെള്ളമില്ലാതെ ഞാൻ പല ദിവസം കഞ്ഞി വെക്കാത്ത ദിവസങ്ങളുണ്ട് വെള്ളമില്ലാഞ്ഞിട്ട്. പിന്നെ അതുപോലെ തന്നെ കോട്ടയം ടൗണിൽ പോയി വെള്ളം എടുക്കാനാണെങ്കിൽ ഈ പോളയുടെ ശല്യം കൊണ്ട് അത് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇപ്പോൾ 600 രൂപ ഒരു വണ്ടിക്ക് 1000 ലിറ്ററിന് കൊടുത്ത് ഈ ടാങ്കിൽ അടിച്ചിട്ട് ആണ് ഞങ്ങൾ എടുക്കുന്നത്. അതും ഇവിടെ വന്ന ഈ പാലത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം ആ ഓണിപ്പാലം കയറി ഇക്കരെ വന്ന് പെണ്ണുങ്ങൾ ചുമന്ന് ഓരോ ഉടമ്പീതം കൊണ്ടുപോയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. എന്നിരുന്നാലും ഇത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഒരു ഒന്നത്തിരാടൻ 2-3 അങ്ങോട്ടൊരു മാറി ഒരു 5-6 വീടുകളുണ്ട്. അവരൂടെ വന്ന് ഞങ്ങളുടെ വെള്ളം എടുക്കും. ഒന്നത്തിരാടൻ ഞങ്ങൾ വെള്ളം നിറയ്ക്കണം. ഓരോ വേനൽക്കാലത്തും ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ അനുഭവപ്പെടുന്ന ദുരിതമാണിത്. ചുറ്റും വെള്ളമുണ്ടെങ്കിലും കുടിക്കാനും ഭക്ഷണം പാകം ചെയ്യാനുമൊക്കെ വെള്ളം വില കൊടുത്ത് വാങ്ങേണ്ട സ്ഥിതി. മഴക്കാലത്ത് വെള്ളത്തെ ഭയന്നും വേനൽക്കാലത്ത് കുടിവെള്ളത്തിനായി കൊതിച്ചും കഴിയേണ്ട ദുരവസ്ഥയ്ക്ക് എന്ന് പരിഹാരമുണ്ടാകുമെന്നാണ് നാട്ടുകാരുടെ ചോദ്യം. അമൃത ന്യൂസ്, കോട്ടയം.